ഈ ഓണക്കാലം സപ്ലൈകോ തൂക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല. വിലവർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും സപ്ലൈകോയുടെ ഇടപെടൽ ഫലപ്രദമായി. വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ് സപ്ലൈകോ കൈവരിച്ചിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിറ്റുവരവ് 319 കോടി രൂപയാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ. സപ്ലൈകോയിൽ സാധനമില്ല എന്നുള്ള പല്ലവിയല്ല, സപ്ലൈകോ കുതിച്ച് കയറുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ഓണക്കാലത്ത് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, അല്ലേ? സുജയ, തീർച്ചയായിട്ടും. കാരണം സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിയാൽ ജനങ്ങൾ ഒഴുകിയെത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഒരാഴ്ച പോലും ആയില്ല ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് 300 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ ഓണക്കാലത്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വരെ സുജയ സൂചിപ്പിച്ചതുപോലെ 319 കോടി രൂപയുടെ വിറ്റുവരവ് ഇതിനോടകം സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴുള്ളത് അട്ടക്കുളങ്ങര പീപ്പിൾസ് ബസാറിന്റെ ഗോഡൌണിലാണ്. നമ്മളെപ്പോഴും ഈ വന്ന് വാങ്ങുന്ന ഉപഭോക്താക്കൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിന് പിന്നാമ്പുറത്ത് പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. പാക്കിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു കടമ്പ. കാരണം 13 സബ്സിഡി സാധനങ്ങളുണ്ട്. അതിലുപരിയായിട്ട് സപ്ലൈകോടെ തന്നെ ഗവൺമെൻറ് നൽകിയിട്ടുള്ള മിനി സിഗ്നേച്ചർ കിറ്റുകളുണ്ട്. 3 കിറ്റുകളുണ്ട്. 1000 രൂപയുടെയും 500 രൂപയുടെയും 299 രൂപയുടെയും. ഇങ്ങനെ ഈ 3 കിറ്റുകൾ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഇതെല്ലാം നിറയ്ക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ. ചേച്ചി വലിയ തിരക്കിലാണെന്നറിയാം. ഇന്നലെ എത്ര മണിക്കാണ് ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്? 12 മണിയായി അല്ലേ? ഇതാണ് ഇന്നലെ 12 മണിയായി. വീണ്ടും ഒരു ഓണക്കാലത്തെ വരവേൽക്കുമ്പോൾ സപ്ലൈകോയിലെ പണിയെടുക്കുന്ന ഓരോ മനുഷ്യന്മാരും സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന മലയാളികളെ അവരുടെ ഒരു സദ്യ ഒരുക്കുന്നതിനുള്ള ഒരുക്കമാണ് ഈ സപ്ലൈകോയിൽ നമ്മൾ കണ്ടുവരുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട്? പാക്കിംഗ് ഒക്കെ ആസ്വദിച്ചാണോ ചെയ്യുന്നത്? ശരിക്കും ഓണമാണ്, ഉറക്കം ഇല്ല അല്ലേ? എങ്കിലും ഒരു സന്തോഷമുണ്ട്, ജനങ്ങളെ ഒഴുകി എത്തുകയാണ്. അതെ, സന്തോഷമായിട്ട് ചെയ്യുകയാണ്. എല്ലാ സാധനങ്ങളും എത്തിയതിന്റെ ഒരു സന്തോഷമുണ്ട്. ഉണ്ട്. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കുറഞ്ഞില്ലേ? കുറഞ്ഞു. എത്രയ്ക്കായി കേര? എത്രയ്ക്കാ വിൽക്കുന്നത്? 429 അത്രയായെന്ന് തോന്നുന്നു. അപ്പോൾ സുജയ, നമുക്ക് ഈ ഗോഡൌണിൽ പോലും ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഉപഭോക്താക്കളാണ്. വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുകയാണ്, ഒഴുകി എത്തുകയാണ്. കാരണം പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ആൾക്കാരെ കാണാൻ കഴിയും. നമുക്ക് പുറത്തോട്ടൊന്ന് പോകേണ്ടതുണ്ട്. കാരണം അവിടെയാണ് ഈ തള്ളിക്കയറ്റം. ഇത് നമ്മുടെ ഗോഡൌണിൻ്റെ ഉള്ളിലാണ്. സൂചിപ്പിച്ചതുപോലെ കേര വെളിച്ചെണ്ണ 457 രൂപയായിരുന്നു. അതിപ്പോൾ 429 രൂപയായിട്ട് ഇപ്പോൾ വിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരി വെളിച്ചെണ്ണയാണ്. ശബരി വെളിച്ചെണ്ണ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് 339 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. നമുക്ക് ഈ പ്രോഡക്റ്റുകൾ നോക്കിയാൽ അറിയാം, മുഴുവൻ സബ്സിഡി ഇനത്തിൽ വിൽക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു വളരെ വ്യത്യസ്തമായ നിറങ്ങൾ, ഇത്തരത്തിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഭക്ഷ്യവകുപ്പ് മന്ത്രി ഉറപ്പ് പാലിച്ചു. മുഴുവൻ ആൾക്കാരും വന്ന് സാധനങ്ങൾ വാങ്ങുന്നു. ചേട്ടാ, വാങ്ങി തുടങ്ങുകയാണ്. വെളിച്ചെണ്ണയൊക്കെ വില കുറഞ്ഞു. എങ്ങനെയാണ് സപ്ലൈകോയിൽ എത്തുമ്പോൾ നോക്കി കാണുന്നത്? വെളിച്ചെണ്ണയ്ക്ക് വില കുറവില്ല. വില 429 രൂപയായി. പുറത്ത് നിങ്ങൾക്ക് ആ വിലക്ക് കിട്ടുന്നില്ലല്ലോ. സപ്ലൈകോയിൽ എത്തുമ്പോൾ 429 രൂപ ആയിട്ടുണ്ട്. ശബരി വെളിച്ചെണ്ണ 339 രൂപയാണ്. വെളിച്ചെണ്ണ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, ഇപ്പോൾ ഓണക്കാലമായിട്ട് ആദ്യമായിട്ടാണോ എത്തുന്നത്? സാധനങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? എല്ലാ സാധനങ്ങളും ഉണ്ടോ? സന്തോഷമുണ്ട്. ഓണം ഉണ്ട്. വെളിച്ചെണ്ണയൊക്കെ മേടിച്ചായിരുന്നു? ഇല്ല, വാങ്ങിക്കാൻ പോകുന്നത്. വില കുറവുണ്ട് എന്നുള്ളതാണ്. അതെ. അതുകൊണ്ടാണോ സപ്ലൈകോയിൽ എത്തിയത്? എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് ഈ സപ്ലൈകോയിൽ സാധനം ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? ഒരു ന്യൂസിലുണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊതുവിപണി ആശ്രയിക്കാതെ സപ്ലൈകോയിൽ എത്തിയത്. സുജയ, നമുക്ക് ഇവിടെ പുറത്തോട്ട് നോക്കിയാൽ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം ആളുകൾ എത്രത്തോളം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ ഇപ്പോൾ വലിയ ലാഭവും കിട്ടുന്നുണ്ട്. റെക്കോർഡ് നേട്ടമാണ് വിൽപ്പനയിലും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വിലവർധന പിടിച്ചു നിർത്താനുള്ള സപ്ലൈകോയുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഓണക്കാലം സപ്ലൈകോ അങ്ങ് തൂക്കി എന്ന് പറഞ്ഞേക്ക് എന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി ഇപ്പോൾ പറയുന്നുണ്ടാവും. റെക്കോർഡ് വിറ്റുവരവാണ്. വിപണിയിൽ ഫലപ്രദമായി ഇടപെടുക എന്നത് ചെയ്യേണ്ട കാര്യമാണ്. അത് ഇത്തവണ കൃത്യമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കുന്നത്.